ചെറുകിട കർഷകർക്ക് കാർബൺ ഫണ്ട് ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി തുടക്കം കുറിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒരേക്കറോ അതിനു മുകളിലോ സ്ഥലമുള്ള കർഷകർക്ക് ഉപകാരപ്പെടുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഗ്രീനെറ്റ് ക്ലൈമാടെക്കുമായുള്ള ധാരണാപത്രത്തിൽ TSS ഒപ്പുവെച്ചു. കർഷകർക്ക് സൗജന്യമായി കാർബൺ ഫണ്ട് ലഭ്യമാക്കുന്ന വിധത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ഗ്രീനേറ്റഡ് ക്ലൈമാടെക്കുമായി ചേർന്ന് ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് കാർബൺ ക്രെഡിറ്റ് പദ്ധതി. അഗ്രോ ഫോറസ്ട്രി കാർബൺ ക്രെഡിറ്റ് പദ്ധതി എന്നാണ് ഈ പ്രോജക്റ്റ് അറിയപ്പെടുക. ചെറുകിട കർഷകർക്ക് കാർബൺ ഫണ്ട് ലഭിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത ഒരു കാലത്താണ്. കാരണം വൻകിട കർഷകർക്ക് മാത്രമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണിത്. ഏകദേശം 3000 ഹെക്ടർ വേണം ഈ കാർബൺ ക്രെഡിറ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ചെറുകിട കർഷകരുടെയും പറമ്പിൽ വളരുന്ന തെങ്ങും മാവും കവുങ്ങും എല്ലാം അന്തരീക്ഷത്തിലെ കാർബൺ വലിച്ചെടുക്കുകയും താപനില കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കർഷകർക്കും ചെറുകിട കർഷകർക്കും കാർബൺ ഫണ്ടിന് അർഹതയുണ്ട്. പക്ഷേ ഇവരെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ കാർബൺ ഫണ്ട് ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന വിധത്തിൽ ഈ ഒരു പ്രൊജക്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ അറിയത്തില്ല. കാരണം ഇന്ത്യയിൽ ഇതുവരെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടി ഇന്ത്യയിലും ഈ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കമ്പനികളുമായിട്ട് ഏർപ്പെട്ട് ഒരു സംസാരത്തിൽ ഇടയായത്. ഒരു തോട്ടത്തിലെ കാർബൺ ക്രെഡിറ്റ് നമ്മൾ അളക്കുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ആ തോട്ടത്തിൽ എത്രമാത്രം മരങ്ങളുണ്ട്. ഓരോ മരവും ആഗിരണം ചെയ്യുന്ന കാർബൺ ക്രെഡിറ്റിൻ്റെ തോത് അതിനെ ആശ്രയിച്ചാണ്. അത് വലിയ ഇലകളും വലിയ തായ്തടികളുമുള്ള, അതുപോലെ തന്നെ വലിയ ഫലങ്ങളുള്ള ചെടികൾ കൂടുതൽ കാർബൺ ആഗിരണം ചെയ്യുന്നതാണ്. അപ്പം ഒരു ഏക്കറിൽ എത്രമാത്രം അതുപോലെയുള്ള മരങ്ങളുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ആ പറമ്പിൻ്റെ കാർബൺ ക്രെഡിറ്റ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇതുവരെ കാർബൺ പോളിസി ഇന്ത്യയിൽ വന്നിട്ടില്ല. 2026 കാർബൺ പോളിസി ഇന്ത്യയിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ കാർബൺ പോളിസി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാർബൺ എമിറ്റേഴ്സ് ആയിട്ടുള്ള വലിയ വൻകിട കമ്പനികളിൽ നിന്ന് ടാക്സ് പോലെ അവർക്ക് ടാക്സ് ചുമത്തുന്നത് പോലെ അവരിൽ നിന്ന് പണം മേടിക്കുകയും ഇത് കാർബൺ അബ്സോർബ് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർക്ക് ഈ തങ്ങളുടെ കാർബൺ ക്രെഡിറ്റ് അവർക്ക് വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നിലവിൽ ഇന്ത്യയിൽ ഇല്ല. കാർബൺ പോളിസി വന്നു കഴിയുമ്പോൾ ആ ഒരു സംവിധാനം ഇന്ത്യയിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 30,000-ലധികം കുടുംബങ്ങൾ നമുക്കുണ്ട്. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്. അപ്പോൾ അവരെ ഓൾറെഡി നമ്മളൊരു ചെറിയൊരു ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ താല്പര്യപ്പെടുന്നുണ്ട്. ഇനിയും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുത്താൽ കൃഷിക്കാരെല്ലാം തന്നെ നമ്മളോടൊപ്പം ഇതിന് ചേരുകയും ഇതിൻ്റെ ഫലം, ഇതിൻ്റെ ലാഭം നേടും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാർബൺ ഫണ്ടിൻ്റെ പ്രൊജക്റ്റിൽ അംഗങ്ങളാകുന്ന ആളുകളുടെ അക്കൗണ്ട് നമ്പർ കളക്ട് ചെയ്ത് അവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഫണ്ട് പോവുക. കാർബൺ ക്രെഡിറ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മലയോര കർഷകർക്ക് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് ഈ മലബാറിലും മലയോര കർഷകർക്കുമാണ്. അവരാണ് പ്രകൃതിയെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും. അപ്പോൾ കർഷകർക്ക് അവകാശപ്പെട്ട ഈ ഫണ്ട് കർഷകരിലേക്ക് എത്തണം. അതുകൊണ്ട് അവർ ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ട് അവരെ ഓർഗനൈസ്ഡ് ആക്കി ഈ ഒരു പദ്ധതി കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലെ പദ്ധതിയിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എല്ലാ മതസ്ഥർക്കും, കാരണം സോഷ്യൽ സർവീസ് സൊസൈറ്റി നിലനിൽക്കുന്നത് തന്നെ നാനാജാതി മതസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് എല്ലാവരെയും ഒരേ കുടക്കീഴിൽ കോർത്തിണക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം.